പറയുന്ന അതേ ഐറ്റം ജീവി ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നാളാ നിഷേധികളായ സമൂഹം റബ്ബ് തആലാന്റെ മുമ്പിൽ നിന്ന് വളരെ സങ്കടത്തോടെ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഉമ്മമാരെ, ഞാനും നിങ്ങളും ചിന്തിക്കണ്ടേ? നാളെ റബ്ബ് തആല എന്നോട് നിങ്ങളോട് പണ്ടായി പോവാൻ പറയില്ല. അതുകൊണ്ട് റബ്ബ് തആല പറയുന്നു, എന്നിലേക്കാണ് നിങ്ങളെ മടക്കമെന്ന് ചിന്തിക്കണം. എന്നിട്ട് നിങ്ങൾ തസ്ബീഹ് ചൊല്ലിക്കോ. യുസബ്ബിഹു ലഹു സ്സമാവാതു السبع والأرض ومن فيهن. ആകാശം എനിക്ക് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, ഭൂമി എനിക്ക് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, ആ ഭൂമിയിലുള്ള ആകാശത്തുള്ള മലക്കുകൾ എനിക്ക് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, ജിന്നുകൾ എനിക്ക് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, എല്ലാ ജീവികളും എനിക്ക് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനേ, നാളെ എന്നിലേക്ക് മടക്കുമെന്ന് ചിന്ത വേണേ. എന്റെ സിട്ടാവായ റബ്ബിന് ചിന്ത വരുന്നില്ലേ? ഞാൻ നിങ്ങൾക്ക് എന്തെല്ലാമാണ് നൽകിയിട്ടുള്ളത്? അതേ നിങ്ങൾക്ക് വെള്ളം നൽകിയില്ലേ? ഇന്ന് വെള്ളമില്ലാതെ നമ്മൾ വിഷമിക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. ഇന്നലകളിൽ കാർമേഘങ്ങൾ വന്നപ്പോ ഞാനും നിങ്ങളും മേലോട്ട് നോക്കിയിട്ട് പറഞ്ഞില്ലേ? പള്ളിയിലേക്ക് വരുമ്പോ പരാജിയാരും പറഞ്ഞില്ലേ? ഇന്ന് ഉറപ്പാ നമുക്ക് വെള്ളമുണ്ട്. മലപ്പുറം ഇസ്ലാമിയിൽ അതാ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി ചെല്ലുമ്പോ അതാ വാനത്തിൽ നിന്ന് മേഘത്തിൽ നിന്ന് അതാ വെള്ളത്തിന്റെ തുള്ളികൾ ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. ആ സമയത്ത് എന്റെ മനസ്സും പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഇന്ന് മഴയുണ്ട്. പക്ഷേ ഈ സമയം വരെ മഴ പെയ്തില്ല. കണ്ടോ, റബ്ബ് തആല പറയുകയാണ്, അലം തറ, നബിയെ അങ്ങ് കാണുന്നില്ലേ? അലം തറ, ഓ മനുഷ്യ നീ കാണുന്നില്ലേ? പെണ്ണേ നീ കാണുന്നില്ലേ? അന്നല്ലാഹ യുദ്ദി സഹാബ. ഒന്ന് മേലോട്ട് നോക്കുമോളെ. അന്നല്ലാഹ യുദ്ദി സഹാബ, മേഘപ്പാളികളെ, മേഘക്കണ്ണങ്ങളെ അല്ലാഹു തെളിച്ചു കൊണ്ടുപോകുന്നു. അന്നല്ലാഹ്, നിശ്ചയം അല്ലാഹു, യുസ്ജി സഹബ, മേഘപ്പാളികളില്ലേ, അതാ മേഘക്കട്ടങ്ങളില്ലേ, അവയെ അല്ലാഹു തെളിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് അതിനെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നു. എന്നിട്ട് അതിനെ അല്ലാഹു സംയോജിപ്പിക്കുന്നു. ഒരു കഷ്ണം അപ്പുറത്താണ്, മറ്റേ കഷ്ണം അപ്പുറത്താണ്, വേറൊരു കഷ്ണം അതാ ഈ ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് നിൽക്കുന്നു, ഒരു കഷ്ണം വടക്ക് ഭാഗത്തുണ്ട്. ഇങ്ങനെ നാലാ ഭാഗങ്ങളിൽ ചിന്നിച്ചിതിരി കിടക്കുന്ന മേഘപ്പാളികളില്ലേ? മോനെ ഒന്ന് ചിന്തിക്കോനെ, ഉപ്പാ ഒന്ന് ആലോചിക്കൂ. ഉപ്പാ, ഈ മേഘക്കഷ്ണങ്ങളെ ആരാണ് തെളിച്ചു കൊണ്ടുപോകുന്നത്? ആരാണ് അതിനെ സംയോജിപ്പിക്കുന്നത്? ആരാണ് നാനാഭാഗത്തിൽ നിന്ന് അതിനെ ഒരുമിച്ച് കൂട്ടുന്നത്? ആരാ? അന്നല്ലാഹ്. പറഞ്ഞോ അല്ലാഹ്. അല്ലാഹ്ക്കല്ലാതെ കഴിയില്ല. ഒരു ശാസ്ത്രജ്ഞനും കഴിയില്ല, ഒരു സർക്കാരിനും കഴിയില്ല. മേഘപ്പാളികളെ തെളിച്ചു കൊണ്ടുപോകുന്നതും അതിനെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതും അത് അല്ലാഹുവാ. എന്നിട്ടോ എന്നിട്ട് അതിനെ അവൻ അട്ടിയട്ടിയാക്കുന്നു. പ്ലെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് കാണാമല്ലോ, മേഘ
മേഘപ്പാളികള്, മേഘക്കഷ്ണങ്ങള് അതേ വലിയ പർവ്വതങ്ങളെ പോലെ, വലിയ തിരമാലകളെ പോലെ പ്ലെയിനിന്റെ ഉള്ളിൽ നിന്ന് പ്ലെയിൻ ഉയർന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് താഴോട്ട് നോക്കുന്ന സമയത്ത് മേഘപ്പാളികളുടെ മുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ തിരമാലകൾ അടിക്കുമ്പോൾ അതാ അട്ടിയട്ടിയായി കിടക്കുന്ന മേഘപ്പാളികളെ കാണാം. റബ്ബ് തആല പറയാണ് തുമ്മ യജഅലൂറുകമാ, എന്നിട്ട് അല്ലാഹു അതിനെ അട്ടിയട്ടിയാക്കുന്നു. ഫതറൽ വദ്ഖാ യഖ്റുജു മിൻ ഖിലാലി, അതാ ചുറ്റുഭാഗത്ത് ചിന്നിച്ച് കിടക്കുന്ന മേഘപ്പാളികള് അതിനെ ഒരുമിച്ച് കൂട്ടി അതാ അട്ടിയട്ടിയായി നിർത്തുമ്പോൾ, വെള്ളം കൂടി നിൽക്കുമ്പോൾ ഫതറാ, മോനെ നിനക്ക് കാണാം അൽ വദ്ഖാ, നിനക്ക് കാണാം അൽ വദ്ഖാ, മഴയെ യഖ്റുജു മിൻ ഖിലാലി, അതിനിടയിലൂടെ മഴ പുറത്തു വരുന്നത് നിനക്ക് കാണാം മോനെ. വയുനസ്സിലു മിനസ്സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബർദ്, വയുനസ്സിലു മിനസ്സമാ, ആകാശത്തിൽ നിന്ന് അതായത് മിൻ ജിബാലിൻ ഫീഹാ, ആകാശത്തുള്ള മേഘപർവ്വതങ്ങളിൽ നിന്ന്, മിൻ ജിബാലിൻ ഫീഹാ, ആകാശത്തുള്ള